മനുഷ്യ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമുക്ക് പിന്മുറക്കാരുണ്ടാവുക എന്നത്. അതിന്റെ ഭാഗമാണ് ഗർഭധാരണം. ഗർഭിണികളായിരിക്കുന്ന സമയത്ത് നമ്മുടെ സഹോദരിമാർ അവർക്ക് അനുഭവപ്പെടുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ വഹ്നൻ അല വഹൻ എന്ന് ഒരു പ്രയോഗം കാണാം. പ്രയാസങ്ങൾക്ക് മേൽ പ്രയാസം അവർ ആ സമയത്ത് അനുഭവിക്കുന്നു, സ്വാഭാവികമാണ്. പക്ഷെ ഈ പ്രയാസം അനുഭവിക്കുമ്പോഴും അവർക്ക് മനസ്സിന് ഒരു സുഖവും സന്തോഷവും അനുഭവിക്കാനും അത് ആസ്വദിക്കാനും കഴിയുന്ന ഒരേ സമയമാണത്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് ഇതിന് ശേഷം ഉണ്ടാകുന്ന നേട്ടങ്ങൾ, ആ നേട്ടങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള സന്തോഷവും സമാധാനവും വലിയൊരു പ്രതീക്ഷയും, അതാണ് ഈ പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അവർക്ക് നൽകുന്ന സന്തോഷം. ഗർഭധാരണ സമയത്തുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് വൊമിറ്റിംഗ്, ഛർദി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ആ സമയത്ത് ഈ വിഷയം ഉണ്ടാകുന്നത്? മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ ശരീരത്തിലെ ഒരു ഫോറിൻ ബോഡിയെ ശരീരം സ്വീകരിക്കാൻ സന്നദ്ധമാകാതിരിക്കുന്ന സമയത്ത് ആ ശരീരത്തിന്റെ പുറത്തു നിന്നുള്ള ഒരു വസ്തു, അതാണല്ലോ ഫോറിൻ ബോഡി, അത് തള്ളുക, റിജക്റ്റ് ചെയ്യുക. ആ റിജക്റ്റ് ചെയ്യാനുള്ള, തള്ളാനുള്ള ശരീരത്തിന്റെ ഒരു പ്രവണതയാണ് ഛർദി എന്ന് പറയുന്നത്. ആ സമയത്ത് ഛർദി കൂടുതലുള്ളവർ മനസ്സിലാക്കേണ്ടത് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഈ ഗർഭധാരണത്തെ എത്രമാത്രം സന്തോഷത്തോടെ സ്വീകരിച്ചിട്ടുണ്ട് എന്നത് ആലോചിക്കുക. ഗർഭധാരണ സമയത്ത് പലപ്പോഴായി നാം കേട്ട സംസാരങ്ങളും നാം ചിന്തിച്ച ചിന്താഗതികളിലൂടെയും നമ്മുടെ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുന്നത് ഇതൊരു വലിയ പ്രയാസമാണ് എന്നാണോ? എങ്കിൽ പലപ്പോഴും ഈ ഛർദിയുടെ സാധ്യത കൂടാൻ ഇടയുണ്ട്. അതുകൊണ്ട് തന്നെ ആദ്യം ഒരുപക്ഷെ എനിക്ക് ശേഷമുള്ള സമൂഹത്തിലെ വലിയ ഒരു വിപ്ലവം, ആവശ്യമായ വലിയ മാറ്റങ്ങൾ സമൂഹത്തിന് കൊണ്ടുവരാൻ, സമൂഹത്തെ സഹായിക്കാൻ പോകുന്ന, സമുദ്ധരിക്കാൻ പോകുന്ന നല്ല ഒരു നേതാവ്, നല്ല ഒരു വ്യക്തിത്വം ആണ് എന്നിലൂടെ പിറവിയെടുക്കാൻ പോകുന്നത്. അല്ലെങ്കിൽ നല്ലൊരു തലമുറക്ക് ജന്മം കൊടുക്കാൻ ശേഷിയുള്ള നല്ലൊരു വ്യക്തിത്വമാണ് എന്നിൽ ജന്മം കൊടുക്കാൻ പോകുന്നത് എന്ന പ്രതീക്ഷ, ആ പ്രതീക്ഷയാണ് ആ സമയത്ത് വെച്ച് പുലർത്തേണ്ടത്. ആ ഗർഭധാരണത്തിന്റെ ഒന്നാം ഘട്ടം മുതൽ തന്നെ അതിനെ താലോലിക്കുകയും സ്നേഹത്തോടെ കാണുകയും അതിലെ ഓരോ പ്രയാസത്തെയും ആ പ്രയാസത്തിന് പുറകെ വരാൻ പോകുന്ന നേട്ടത്തെക്കുറിച്ച് ആലോചിച്ച് ആ ഒരു പ്രയാസത്തെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒരവസ്ഥ, അതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാവുന്ന, മുസ്ലിം മതവിശ്വാസിനികളായ സഹോദരിമാർക്ക് ഉപകാരപ്പെടുന്ന ചില കാര്യങ്ങളാണ് ഇനി ഞാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. അതിൽ ഒന്ന് ആയത്തുൽ കുർസി, സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണ്, ഒരു വചനമാണ്. അത് ധാരാളമായി പാരായണം ചെയ്യുക. ഈ പാരായണം ചെയ്യുന്നത് നമ്മിൽ നല്ല വിശ്വാസബോധവും വലിയ പ്രതീക്ഷയും നമുക്ക് വരുത്താൻ സഹായിക്കുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഈ ആയത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ചെറുതായി അതിന്റെ ആശയം കൊണ്ടുവരുന്നത് നല്ലതാണ്. ആ ആശയം കൊണ്ടുവരുന്നത് നമുക്ക് ഒരുപക്ഷെ കൂടുതൽ ആ വിഷയം മനസ്സിലാക്കാനും കൂടുതൽ നമുക്ക് സഹായകമാകുന്നതാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു അത്രമേ ആരാധ്യനുള്ളൂ. ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അവൻ എന്നും അൽ ഹയ്യ് സജീവമാണ്. അൽ ഖയ്യൂം, എല്ലാം നടത്തിക്കൊണ്ടുപോകാൻ ശേഷിയുള്ളവനാണ്. രാവും പകലും വളരെ കൃത്യതയോടെയും വ്യക്തതയോടെയും ഫലപ്രദമായും സൃഷ്ടിക്കുന്നവൻ ഈ പ്രപഞ്ച സൃഷ്ടാവാണ്, അള്ളാഹുവാണ്. ലാ തഅഖുദുഹു സിനത്തുൻ, ആ അള്ളാഹുവിന് ക്ഷീണത്തിന്റെ പേരിൽ ഉണ്ടാകാറുള്ള തൂങ്ങിയുറക്കം പിടികൂടുകയില്ല. വലാ നൗം, ഒരു മനുഷ്യന് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത അനിവാര്യമായ ഉറക്കം, അതും അള്ളാഹുവിന് ആവശ്യമില്ല. ലഹു മാഫിസ് സമാവാത്, ആകാശങ്ങളിലുള്ളവയെല്ലാം അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. വമാഫിൽ അർദ്, ഭൂമിയിലുള്ളത് സർവ്വതും അള്ളാഹുവിന്റെ പരമാധികാരത്തിലുള്ളതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ അനുവാദപ്രകാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യരായവരല്ലാതെ, അള്ളാഹു പ്രത്യേകം ബഹുമാനപൂർവ്വം അവസരം കൊടുക്കുന്നവരല്ലാതെ അധികാരപൂർവം
അവകാശം ചോദിക്കാൻ, ശുപാർശ പറയാൻ ആരാണുള്ളത്? ആരുമില്ല. അള്ളാഹു പരമാധികാരമുള്ളവനാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ തൃപ്തി നേടിയവനും സാമീപ്യം നേടിയവർക്കും അള്ളാഹു നൽകുന്ന ബഹുമാനമായ ശുപാർശയല്ലാതെ ഒരു അധികാരമുള്ള ശുപാർശ നിലനിൽക്കുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. യഅലമു മാ ബൈന ഐദീഹിം, അള്ളാഹു അവരുടെ മുമ്പിലുള്ളതും വമാ ഖൽഫഹും പിന്നിലുള്ളതും, അഥവാ അവർക്ക് വരാൻ പോകുന്നതും അവർക്കിപ്പോൾ വന്നിരിക്കുന്നതും ഇതെല്ലാം അറിയുന്നവനാണ് അള്ളാഹു. വലാ യുഹീത്തൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അള്ളാഹുവിന്റെ അറിവിലെ ഒന്നും സമ്പൂർണമായി മനുഷ്യരാരും നേടുന്നില്ല. ഇല്ലാ ബിമാ ഷാ, അള്ളാഹു ഉദ്ദേശിച്ച് നൽകിയതല്ലാതെ. വസിഅ കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസി എന്ന വിശാലമായ അത്യത്ഭുതകരമായ വലിയൊരു ലോകമുണ്ട്. അത് വിശാലമായിരിക്കുന്നു. അസ്സമാവാത്തി വൽ അർള, ആകാശത്തെക്കാളും ഭൂമിയെക്കാളും. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം, ആകാശ ഭൂമി അത്രയും സംരക്ഷിക്കുകയെന്നത് അള്ളാഹുവിന് യാതൊരു പ്രയാസവുമില്ല. അവൻ അൽ അലിയുൽ അദീം, ഉന്നതനാണ്, മഹാനാണ്. ഇതാണ് ഈ ആയത്തിന്റെ സാരം. ഇത് പാരായണം ചെയ്യുന്ന, ധാരാളമായി പാരായണം ചെയ്യുന്ന സമയത്ത് പരമാധികാരിയായ അള്ളാഹു ഈ ലോകമാകെയും പടച്ചു പരിപാലിക്കുന്ന ഒരു സ്രഷ്ടാവ്, ആ സ്രഷ്ടാവ് ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്തിനു ഭയപ്പെടണം? ആ സൃഷ്ടാവാണ് എന്നെയും എനിക്കാവശ്യമായ ഈ ഉപരിലോകങ്ങൾ, ഈ പരിസര ലോകങ്ങളും ഉപരിലോകങ്ങളെല്ലാം സൃഷ്ടിച്ചതെങ്കിൽ ആ സൃഷ്ടിച്ച സൃഷ്ടാവ് സദാ സന്നദ്ധനായി എന്നും ഉണ്ടെങ്കിൽ ഞാൻ എന്തിനു ഭയപ്പെടണം? അപ്പോ ആ സൃഷ്ടാവിന്റെ ഒരു ആളാവുകയും വക്താവുകയും പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്യുന്ന വളരെ മനഃശാസ്ത്രപരമായ നല്ലൊരു സമീപനം, അതാണ് ആയത്തുൽ കുർസി ധാരാളം പാരായണം ചെയ്യുക എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഒരു ദിക്ർ, ദുആ ഉൽ കർബ് എന്ന പേരിൽ അറിയപ്പെട്ട ദിക്ർ, പ്രയാസത്തിന്റെ പേരിലുള്ള ദുആ, പ്രാർത്ഥന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഇതാണ് വ്യാപകമായി ഉദ്ധരണിയിൽ വന്ന റിവായത്ത് റിപ്പോർട്ടുകളിലൊക്കെ വന്ന ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർശിൽ അലീം, ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ് സമാവാതി വറബ്ബുൽ അർളി വറബ്ബുൽ അർശിൽ കരീം. ഈ ദുആഉൽ കർബ് ധാരാളം പാരായണം ചെയ്യുക. ഇതിലും അള്ളാഹുവിന്റെ മഹത്വമാണ് പറയുന്നത്. അള്ളാഹു അർഷിന്റെ അധിപനാണ്, അള്ളാഹു എല്ലാ മഹത്വവും ഉള്ളവനാണ്, അള്ളാഹു എല്ലാറ്റിനും ശേഷിയുള്ളവനാണ് എന്ന അർത്ഥം വരുന്ന ഈ ദിക്ർ, ഇത് ധാരാളമായി പാരായണം ചെയ്യുമ്പോൾ പ്രയാസങ്ങൾ മനസ്സിൽ നിന്ന് ഇല്ലാതില്ലാതായി പോകുന്നത് കാണാം. ഈ രണ്ട് ദിക്റുകൾ ധാരാളമായി നമ്മൾ പാരായണം ചെയ്യുക. സൂറത്തു യാസീൻ എപ്പോഴും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തു യാസീൻ എന്നും പതിവാക്കുക. ഇത്തരം കാര്യങ്ങൾ നാം ബോധപൂർവം വളരെ ശ്രദ്ധയോടെ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേറെ പ്രതീക്ഷകൾ ഉണ്ടാവുകയും നമുക്ക് വലിയ സമാധാനം ഉണ്ടാവുകയും, ഈ സമാധാനം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ നമ്മുടെ ഹോർമോണുകളും എൻസൈമുകളെല്ലാം ഒരു പോസിറ്റീവ് തലത്തിൽ നിന്ന് നിർമ്മാണം നടക്കും. കാരണം ഗ്ലാൻഡുകളാണ് ഇതെല്ലാം നിർമ്മിക്കേണ്ടത്, ഗ്രന്ഥികൾ. ഈ ഗ്രന്ഥികളിലേക്ക് നിർമ്മാണത്തിന് മെസ്സേജ് പോകേണ്ടത് മൈൻഡിൽ നിന്നാണ്, മനസ്സിൽ നിന്നാണ്. മനസ്സിൽ സമാധാനവും പ്രതീക്ഷയും ഇട്ടുകൊടുക്കുന്നതിനനുസരിച്ച് ഗുണകരമായ വളർച്ചകൾ ശരീരത്തിന്റെ നാനാഭാഗങ്ങളിലും നടക്കുകയും അത് ആരോഗ്യം സൃഷ്ടിക്കുകയും ചെയ്യും. ഇനി ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാം. മുദ്രാ തെറാപ്പി വിശാലമായി പഠിക്കാവുന്നതാണ്. അതിൽ അപാൻ മുദ്ര എന്ന പേരിൽ അറിയപ്പെട്ട ഒരു മുദ്രയുണ്ട്. ഈ മോതിരവിരലിന്റെയും നടുവിരലിന്റെയും വിരൽക്കൊടികളുടെ പള്ളഭാഗം അത് തള്ളവിരലിന്റെ വിരൽക്കൊടിയുടെ പള്ളയോട് ചേർത്ത് പിടിക്കുക. ബാക്കിയുള്ള രണ്ട് വിരലും ഉയർത്തിപ്പിടിക്കുക. ഇങ്ങനെ രണ്ട് കൈയിലും ചെയ്യുക. ഇങ്ങനെ 15 മിനിറ്റ് സമയം തുടർച്ചയായി പിടിക്കുക. ഈ പിടിക്കുന്ന സമയത്ത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് ചൊല്ലുക. പറ്റുമെങ്കിൽ അത് വളരെ സ്വസ്ഥമായി നമ്മൾ എങ്ങനെയാണോ വെക്കാൻ സൗകര്യം അതുപോലെ വെച്ചതിന് ശേഷം ഈ പിടുത്തം വിടാതെ തുടർച്ചയായി പിടിച്ചുകൊണ്ട് 15 മിനിറ്റ് സമയം കണ്ണടച്ചിരുന്ന് ലാ ഹൗല ചൊല്ലുക. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അള്ളാഹുവിലൂടെയാണ് സർവമാന കഴിവുകളും എന്നാണ് അതിന്റെ ആശയം. ആ ആശയം പറയുമ്പോൾ തന്നെ മനസ്സിൽ ഏറെ പ്രതീക്ഷയും എല്ലാം നടക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ദിക്റ് കൂടിയാണ്. അപ്പൊ ആ ദിക്റ് ചൊല്ലുക. ആ സമയത്ത് കണ്ണടച്ചിരിക്കുകയും ദിക്റ് ചൊല്ലുന്ന സമയത്ത് വളരെ നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും സുഖകരമായ അവസ്ഥകൾ മനസ്സിൽ കാണുകയും ആ 15 മിനിറ്റ് കഴിഞ്ഞിട്ട് വളരെ സന്തോഷത്തോടെ ഹംദ് പറയുകയും ചെയ്താൽ അത് നമുക്ക് കൂടുതൽ നല്ലൊരവസ്ഥ
നമുക്ക് സമ്മാനിക്കുന്നതാണ്. അപ്പൊ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഗർഭാവസ്ഥയിൽ കഴിയുന്നതും അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ വീഡിയോസുകൾ കണ്ട് അലക്ഷ്യമായിരിക്കുന്നതിന് പകരം ആ സമയം പരമാവധി ഉപയോഗപ്പെടുത്തുക. നാം നല്ല കാര്യങ്ങളാണെന്ന് വിശ്വസിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സമയങ്ങൾ ഉപയോഗിക്കുക. ഒരിക്കലും കലഹിക്കാതിരിക്കുക. ചെറിയ ചെറിയ പ്രയാസങ്ങൾക്ക് ദേഷ്യം പിടിക്കാതിരിക്കുക. എപ്പോഴും മറ്റാരോടെങ്കിലും വല്ല പ്രയാസങ്ങളും തോന്നുന്നുണ്ടെങ്കിൽ കഴിയുന്നതും ഫോർഗിവ് ചെയ്യാൻ പരിശീലിക്കുക. ഫോർഗിവ്നെസ് തെറാപ്പി എന്ന പേരിൽ ഒരു തെറാപ്പി തന്നെ നമ്മൾ യൂട്യൂബിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഫോർഗിവ്നെസ് തെറാപ്പി എന്നതിന്റെ കൂടെ അബ്ദുൽ ഹക്കീം സത്താഫി ആഞ്ചേരി എന്ന് സെർച്ച് ചെയ്താൽ ഞാൻ തന്നെ ചെയ്ത ഒരു വീഡിയോ കാണാം. അത് വെച്ച് പലപ്പോഴായി കണ്ട് നിരന്തരം ആവർത്തിച്ച് ഫോർഗിവ്നെസ് തെറാപ്പി ചെയ്താൽ വല്ലവരും വല്ല കാര്യങ്ങളും പറഞ്ഞതിന്റെ പേരിലോ അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളുടെ പേരിലോ നമ്മുടെ മനസ്സിൽ വല്ലവരോടും പ്രയാസം ഉണ്ടായാൽ ആ പ്രയാസം നീക്കം ചെയ്യാൻ അത് സഹായിക്കും. ഗർഭാവസ്ഥയിൽ ഒരുതരം ക്ഷീണവും അവശതയും നിലനിൽക്കും. ആ സമയത്ത് ദേഷ്യം കൂടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്തരം സമയത്ത് നാം ഫോർഗിവ്നെസ് തെറാപ്പി നന്നായി പരിശീലിക്കുന്നത് ഏറെ ഗുണം ചെയ്യും. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് മറ്റൊരാൾക്ക് വിട്ടുവീഴ്ച ചെയ്യുന്നത് വലിയ പുണ്യമാണ്. അത് നമ്മെ സംരക്ഷിക്കുന്നതാണ്. നമ്മുടെ ആന്തരിക ഭാഗങ്ങളിൽ നമ്മെ പ്രതികൂലമായി ഉപദ്രവിക്കുന്ന ഹോർമോണുകളും എൻസൈമുകളും ഒക്കെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്കുള്ള നല്ല വഴിയാണ് മറ്റുള്ളവർക്ക് പുറത്തു കൊടുക്കുക. ആ പുറത്തു കൊടുക്കുന്നതിന് കൃത്യമായ ഒരു ഫോർമാറ്റാണ്, ഒരു വസനാണ്, ഒരു ഘടനയാണ് ഫോർഗിവ്നെസ് തെറാപ്പി എന്ന് പറയുന്നത്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ഗർഭാവസ്ഥയിൽ നല്ല ആത്മവിശ്വാസത്തോടെ ഒരു പുതു സൃഷ്ടിക്ക് വേണ്ടി ആർക്കും കഴിയുന്നതിനേക്കാൾ വലിയ ഒരു സതുദ്യമം, വലിയ ഒരു ഉത്തരവാദിത്വം ഞാൻ നിർവഹിക്കാൻ പോവുകയാണ്, ഞാൻ അതിന്റെ ഭാഗമാകാൻ പോവുകയാണ്. ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച് ഒരു സ്ത്രീക്ക് നേടാൻ പറ്റുന്ന പുണ്യങ്ങളിലെ പർവ്വത സമാനമായ പുണ്യമാണ്, സമുദ്ര സമാനമായ പുണ്യമാണ് ഞാൻ നേടാൻ പോകുന്നതെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുകയും സദാസമയം സൃഷ്ടാവായ അള്ളാഹുവിലേക്ക് മനസ്സ് ലക്ഷ്യം വെക്കുകയും എല്ലാം തരാൻ ശേഷിയുള്ള, സർവമാനം സൃഷ്ടിച്ചു പരിപാലിക്കാൻ ശേഷിയുള്ള ഒരു സൃഷ്ടാവ്, അതാണ് ഇസ്ലാമത വിശ്വാസത്തിലെ അള്ളാഹു. ആ അള്ളാഹു എന്നതിലേക്ക് പ്രതീക്ഷ വെക്കുകയും മനസ്സ് തിരിക്കുകയും ചെയ്താൽ നമുക്ക് നല്ലൊരു ലോകമായി, നല്ലൊരു കാലയളവായി ഗർഭാവസ്ഥയെ കാണാം. നമുക്ക് സന്തോഷമുണ്ടാകട്ടെ, എല്ലാം നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാപ്പി ഫ്രം ഹാപ്പി സോൺ.